ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ പെറ്റമ്മയെ കണ്ടെത്താനാകാതെ തിരികെ മടങ്ങിയെത്തിയ നമ്മുടെ സേതുവിന് ഒരമ്മയുടെ സ്നേഹം കൊടുത്ത് എല്ലാ സത്യങ്ങളും പൂർണിമ തുറന്നു പറഞ്ഞ് ഭക്ഷണം വിളമ്പി കൊടുക്കുക. അങ്ങനെ ആ അമ്മ കൊടുക്കുന്ന ഭക്ഷണം നമ്മുടെ സേതു കഴിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഋതുവിൻ്റെ ചങ്കു പൊട്ടി. ഋതു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു കാഴ്ച. ഇതൊക്കെ കണ്ട് തല കറങ്ങി ഋതു ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സേതു ഒന്ന് വിക്കിപ്പോയി. പെട്ടെന്ന് തന്നെ പൂർണിമ വെള്ളം എടുത്ത് കൊടുക്കുന്നു, തലയിൽ തട്ടി കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തുള്ളിച്ചാടി ഋതു അകത്തേക്ക് കയറി പോയിട്ടോ. അങ്ങനെ പൂർണിമ അവർക്ക് ഒരു അമ്മയുടെ സ്നേഹമൊക്കെ കൊടുത്ത് കൂടെ തന്നെ നിൽക്കുന്നു. പൂർണിമ ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ അതെല്ലാം മേടിച്ച് വയറ് നിറയെ കഴിക്കുകയാണ് നമ്മുടെ സേതു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂർണിമ മാധവന്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് ചെന്നു. മാധവേട്ട കണ്ടില്ലേ, സേതു എൻ്റെ കൈകൊണ്ട് വിളമ്പി ആഹാരം കഴിച്ചു. അവൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള പഴയ ദേഷ്യം ഉണ്ടായിരുന്നില്ല. കണ്ടോ, മിക്കവാറും അവൻ ഇനി എന്നെ അമ്മയെന്ന് വിളിച്ചു തുടങ്ങുമെന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഋതു റൂമിലേക്ക് കയറി വരിക. ഇത് കേട്ടോണ്ട് എനിക്കിന്ന് എന്തായാലും ഇന്ന് ഒരുപാട് സന്തോഷമായി മാധവേട്ട എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് അങ്ങ് കയറി സന്തോഷിക്കാൻ വരട്ടെ അമ്മ എന്നും പറഞ്ഞ് ഋതു കയറി വരുന്നേ. അച്ഛനെ കൊന്ന മകനാ, അങ്ങനെയുള്ളവന് രണ്ടാനമ്മയെ കൊല്ലാനും അധിക നേരമൊന്നും വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അവൻ എന്നെ അമ്മയെ എന്ന് ഒരു വട്ടമെങ്കിലും വിളിച്ച ശേഷം എൻ്റെ കണ്ണടഞ്ഞാലും എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു ഈ പൂർണിമ. അമ്മയ്ക്ക് എങ്ങനെയാ അമ്മേ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയുന്നതെന്ന് ചോദിച്ചു വന്നേരവേ. അമ്മ അയാളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതൊക്കെ അമ്മ അങ്ങ് മറന്നുപോയോ? മറന്നെന്ന് പറഞ്ഞു പൂർണിമ. ആരോടും വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൂർണിമ പറയുക. നീ അവനോട് ദേഷ്യത്തിൽ പെരുമാറുകയൊന്നും ചെയ്തേക്കരുത്. അവൻ നിന്റെ വല്യേട്ടനാണെന്ന് പറഞ്ഞു. വല്യേട്ടൻ? അയാളെ അങ്ങനെ കാണണമെങ്കിലേ ഞാൻ ചത്തു മേലോട്ട് പോണമെന്ന് മകള് പറയാം. എനിക്ക് അയാൾ എൻ്റെ ശത്രുവാ എന്നും. അതിന് മരിച്ചു പോയ എൻ്റെ അച്ഛൻ തിരിച്ചു വന്നാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു. നിന്റെ വാക്കുകൾ കേട്ട് അച്ഛൻ്റെ ആത്മാവിപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാകുമെന്ന് പറഞ്ഞപ്പം സങ്കടപ്പെടട്ടെ, സാരമില്ല എന്ന് കരുതി ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മോളെ, നിന്റെയും സേതുവിൻ്റെയും ശരീരത്തിൽ ഓടുന്നത് ഒരേ ചോരയാണെന്ന് പറഞ്ഞു. അപ്പം അതിലെനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ഋതു. ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ്റെ സഹോദരിയായി ജനിക്കുന്നതിനേക്കാളും നല്ലതേ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അങ്ങ് മരിക്കുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പൂർണിമ വല്ലാതെയായി. അതും പറഞ്ഞിട്ട് ഋതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടോ. ഋതു അതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പൂർണിമ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല. ഋതു ചെന്ന് വാതിൽ കൊട്ടി അടയ്ക്കുകയും കൂടെ ചെയ്തപ്പോൾ പൂർണിമയ്ക്ക് ഭയങ്കര സങ്കടം. അത് കഴിഞ്ഞ് പിന്നെ പൂർണിമ മാധവേട്ടൻ്റെ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെയായി നമ്മുടെ പൂർണിമ സേതുവിന് വീണ്ടും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. മോനെ ഒരെണ്ണം കൂടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇന്നലെ വരെ ആ ഡൈനിങ് ടേബിളിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊന്നും ഇന്ന് നമ്മുടെ സേതു കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ സേതുവിന് നമ്മുടെ പൂർണിമ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് പ്രതാപം കയറി വരുന്നത്. ആഹാ പ്രതാപ, നീ വാ ഇരിക്ക്, ഞാൻ കഴിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ പ്രതാപന് ഞെട്ടിപ്പോയി. വേണ്ട എന്ന് പ്രതാപൻ പൂർണിമയോട് പറഞ്ഞു. അപ്പം സാറ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കും വന്നത് അല്ലേ സാറേ എന്ന് നമ്മുടെ സേതു പ്രതാപനോട്. മൈൻഡാക്കുന്നില്ല പ്രതാപൻ. അപ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ സേതു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ സേതു കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പൂർണിമ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോണു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇവരൊന്നായ പ്രതാപം പുറത്താണുമല്ലോ. അതിൻ്റെതായ ആ ഒരു വല്ലാത്ത ഷോക്കിലാണ് പ്രതാപം നിൽക്കുന്നത്. ആ സമയത്ത് ഋതു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്താ മോളെ ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി അവരെ അങ്ങ് ഏറ്റെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റെടുത്ത മട്ട അങ്കിളെന്ന് ഋതു പറഞ്ഞു. 2 ദിവസമായി അമ്മയ്ക്ക് സേതുവിനോടുള്ള സമീപനത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാ തലതിരിഞ്ഞവന് ശാപ്പാട് കൊടുക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മോളെ എന്ന് ഇയാൾ പറയുക. ഇക്കണക്കിന് പൂർണിമേച്ചി അവനെ സ്നേഹിച്ചാലേ അവനെ ഇവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യം അങ്ങ് മറക്കുന്നതാണ് നല്ലതെന്ന് ഋതുവിനോട് ഇയാൾ പറയുക. പങ്കിള് ചുമ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സേതുവിനെയും അമ്മയെയും ശത്രുക്കളാക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ ഇനി ആ വഴിക്കൊന്ന് സഞ്ചരിക്കാൻ പോവാണെന്ന് ഋതു. എന്തെങ്കിലും വേഗം ചെയ്യണം, അല്ലെങ്കിൽ നീ ഇവിടെ അധികപ്പറ്റാവുകയും സർവാധികാരവും അവൻ്റെ കൈകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഓഫീസിൽ ഋതുമോൾക്ക് ഒരു വിലയുമായി ഇല്ലാതായി തീർന്നില്ലേന്ന് ചോദിക്കാം. അച്ഛൻ്റെ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു റെസിപ്റ്റ് പോലും ഒപ്പിടാനുള്ള അധികാരം ഉണ്ടോ? ഇല്ല. എങ്ങനെയുണ്ടത്? കാരണക്കാരനെ ആരാ? ആ സേതുമാധവൻ. അവൻ ഒറ്റ ഒരുത്തനാണെന്നൊക്കെ പറഞ്ഞു. അവൻ എന്ത് വില കൊടുത്തും ഒതുക്കിയേ പറ്റുമെന്നും സ്വത്തുക്കളൊന്നും അയാൾക്ക് കിട്ടില്ല എന്ന് അറിയുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഒതുങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നു. മോൾ എന്താ ഈ പറയുന്നേ? വിൽപത്രത്തിൽ 45% നിന്റെ അച്ഛൻ അവൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പം അതൊക്കെ ശരി തന്നെയാ. പക്ഷേ അതൊക്കെ അയാൾ അനുഭവിക്കണമെങ്കിൽ ഞങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ നോക്കൂ, ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എങ്ങനെ അയാൾക്ക് സ്വത്ത് കൈക്കലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അത് നല്ലൊരു ബുദ്ധിയാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറയണു. എന്തൊക്കെ സംഭവിച്ചാലും മോൾ കല്യാണം കഴിക്കരുത്.
മോള് പുര നിറഞ്ഞ് നിൽക്കുകയും വേണം, അവൻ സ്വത്ത് കിട്ടാതെ ഈ പുരയ്ക്ക് ചുറ്റും കിടന്ന് ഓടുകയും വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ഋതുവിന് മൂപ്പിച്ചു കൊടുക്കുന്നു. അപ്പം നല്ല ബെസ്റ്റ് അമ്മാവൻ എന്നും പറഞ്ഞത് കേട്ടുകൊണ്ട് പൂർണ്ണിമ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പ്രതാപൻ്റെ ചതി ഋതുവിനോട് പറയുന്നതും എല്ലാം കേട്ടുകൊണ്ടാണ് വരുന്നത് പെങ്ങള്. എടാ, പെങ്ങളുടെ മക്കൾക്ക് നല്ല ഉപദേശം കൊടുക്കേണ്ടവൻ അമ്മാവൻ, അല്ലാതെ അവരുടെ മനസ്സിലേക്ക് വിഷം നിറച്ചു കൊടുക്കുന്നവനെ അമ്മാവൻ എന്നല്ല അന്ധകൻ എന്നാ വിളിക്കേണ്ടതെന്ന് പൂർണ്ണിമ പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിപ്പോൾ ചേച്ചി എന്തു വേണമെങ്കിലും എന്നെ വിളിച്ചോ, പക്ഷേ ഞാൻ വിഷം നിറച്ചു കൊടുത്തു എന്ന് മാത്രം ചേച്ചി പറയരുത്. ചേച്ചിക്കറിയോ, ഞാൻ ഇവരെയൊക്കെ കാണുന്നത് എൻ്റെ സ്വന്തം മക്കളായിട്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ ചവിട്ടി താഴ്ത്തുന്ന ഒരാൾ വന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിച്ചെടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇവരെ ചവിട്ടി താഴ്ത്താൻ ഇപ്പം ആര് വന്നോന്നാ നീ പറയുന്നേ, സേതു ആണോ എന്ന് ചോദിച്ചപ്പം അവൻ തന്നെ, അവൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. എങ്കിലേ നിനക്ക് തെറ്റിപ്പോയി എന്ന് പറയണം. സേതു ഒരിക്കലും ഇവരെ ചവിട്ടി താഴ്ത്തില്ല, അവനെന്നും ഇവർക്കൊരു തണലായി കൂടെ നിൽക്കുകയുള്ളൂ എന്ന് നമ്മളെ പൂർണ്ണിമ പ്രതാപനോട് പറഞ്ഞപ്പോൾ കേട്ടില്ലേ മോളെ, ചേച്ചിക്ക് അവനെന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. അതാ ഇപ്പം ചേച്ചിക്ക് അവനോട് സ്നേഹം കൂടിയതെന്ന് പറഞ്ഞു. അവനെ എനിക്ക് കൈവശമല്ല തന്നിരിക്കുന്നത്, അവൻ്റെ ഉള്ളിലെ ദേഷ്യം, അവൻ്റെ ഉള്ളിലെ വൈരാഗ്യം എല്ലാം അവൻ മറക്കുകയാണ് ചെയ്തത്, അവൻ്റെ അമ്മയായി എന്നെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്, അതിൽ നിന്നുണ്ടായതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ പറയാം. അമ്മയ്ക്ക് അയാളെ മകനായിട്ട് അംഗീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പം മാധവേട്ടൻ്റെ മരണത്തിന് പിന്നിലെ സേതു ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ പൂർണ്ണിമ പറഞ്ഞപ്പം പ്രതാപനൊന്ന് ഞെട്ടി. അമ്മ വിശ്വസിക്കണ്ട, പക്ഷെ എനിക്ക് അങ്കിളിനൊക്കെ അത് ഉറപ്പാണ്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം അമ്മ മകനെ പോലെ സ്നേഹിക്കുന്ന സേതുമാധവനാണ്, അത് 100% ഉറപ്പാണ്. അപ്പം അത് പകല് പോലെ സത്യം മോളെ, അവൻ പിടിച്ച് തള്ളിയപ്പോൾ ഉണ്ടായ ഷോക്കിലാണ് അളിയൻ നമ്മളെ വിട്ടു പോയതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പ്രതാപം വീണ്ടും പറയണം. ആ രംഗങ്ങളൊക്കെ ഓർക്കുമ്പോഴേ ഇപ്പോഴും എൻ്റെ നെഞ്ചിനകത്ത് നീറ്റിലാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അഭിനയം. ഏതെങ്കിലും മക്കൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ അവൻ ചെയ്ത് കൂട്ടിയത്? അളിയന് മകൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു, അത് തട്ടിമാറ്റിയാലേ മാറുമോ? അപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും മാധവേട്ടൻ്റെ മരണത്തിന് പിന്നിൽ മറ്റാരുടെയോ കൈയുണ്ട്. അതാരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ മാധവേട്ടൻ്റെ ആത്മാവ് തന്നെ എനിക്ക് കാണിച്ചു തരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പൂർണ്ണിമ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പ്രതാപൻ്റെ ചങ്കില് തീ കോരിയിട്ടിട്ട്. അപ്പം പൂർണ്ണിമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപൻ ഇങ്ങനെ ആകെ നടുങ്ങി നിൽക്കുക, പിന്നെ ഒന്നും പറയാനായിട്ടുള്ള ഒരു ഇത് വരുന്നില്ല. അത് കഴിഞ്ഞാൽ ഋതുവിനെ ഒന്ന് മൂപ്പിക്കാൻ നോക്കിയതാ, ഋതുവും കയറിപ്പോയി, ഇവൻ്റെ പണി വാളി. അത് ഇപ്പം വീട് മുഴുവൻ ഇങ്ങനെ നടക്കുക. അപ്പോൾ നിങ്ങളെ പരലോകത്തേക്ക് അയച്ചതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് പൂർണ്ണിമേച്ചി മക്കളും മനസ്സിലാക്കിയാൽ അവരെയും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവിടെ പെങ്ങളാണ് അവരുടെ മക്കളാണെന്നുള്ള ബന്ധമൊക്കെ പ്രതാപനങ്ങ് മറക്കും. പറഞ്ഞത് മനസ്സിലായി. ഒന്ന് മാധവേട്ടൻ്റെ ഫോട്ടോ നോക്കി ഈ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞിട്ട് ചുറ്റിനാരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങ് പോവാം. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന പല്ലവിയുടെ വീടാട്ടോ. പാറ ഓടിയിരുന്ന അതൊക്കെ പേപ്പറുകൾ തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പല്ലവി ഇറങ്ങി വന്നു. അമ്മേ കഴിക്കാനുള്ളതായോ എന്ന് ചോദിച്ചു. ആ മോള് കൈ കഴുകിയിട്ട് വാ, അമ്മ എടുത്ത് വെച്ചേക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അമ്മ വേഗം എടുത്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അമ്മ അങ്ങനെ എടുത്തു കൊടുത്തപ്പോഴത്തേക്കും പാറും കൈ കഴുകി കഴിക്കാനായിട്ട് ഓടി വന്ന് അങ്ങനെ ഇരുന്നു. ആഹാ, നീ ആൾ കൊള്ളാലോ, നീയേ വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളവളാ, നീ എന്ത് ഈ പണി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അമ്മ ദേഷ്യപ്പെടുക. എൻ്റെ അമ്മ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാതെ എനിക്ക് സമയം പോയി വിളമ്പാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ മക്കൾക്ക് 2 പേർക്കും മുട്ടക്കറിയും അതെല്ലാം വിളമ്പിയൊക്കെ കൊടുത്ത് അമ്മ ഇങ്ങനെ കഴിപ്പിക്കുന്നു. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പാറു ഇങ്ങനെ തിരുതരാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരിച്ച് ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും പാറു അത് വിക്കിപ്പോയി. എൻ്റെ പൊന്നു പാറു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം, നീ അത് കഴിക്കാൻ പറഞ്ഞു. പിന്നെ തലതട്ടലായി, അങ്ങനെ സമാധാനിപ്പിക്കലായി. എൻ്റെ അമ്മ കറിയിൽ ഇത്തിരി അറിവ് ചേർക്കലേ മനുഷ്യൻ്റെ പ്രാണം പോകും. അപ്പോൾ എൻ്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യാം, നാളെ മുതൽ നീ അങ്ങ് അടുക്കളയിലേക്ക് കയറും, എന്നിട്ട് നിനക്ക് ആവശ്യത്തിനുള്ള എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് നീ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നമ്മ. സാരമില്ല, ഇത്തിരി എളുപ്പക്കാകാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറു വന്നിട്ട് അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ എന്തൊരു സാധനം എൻ്റെ അപ്പ ഇതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പല്ലവിയോട് ചെറുപ്പക്കാരുടെ ഫോട്ടോ കാണിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ. അപ്പോൾ അമ്മ എന്തിനാ ഇത് വീണ്ടും എന്നോട് പറയുന്നത്? ഇനിയും ഒരുത്തം വന്നാൽ ആ വരുതിയ ആൾ ഇന്ദ്രനെ പോലെയുള്ളവരവൻ ആവില്ല എന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചു. അതുകൊണ്ട് എനിക്കിനി കല്യാണത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് അമ്മ മുന്നോട്ട് പോവരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പല്ലവി പറയാം. അപ്പോഴേക്കും പല്ലവി ഭക്ഷണം കഴിപ്പ് മതിയാക്കി അങ്ങ് എഴുന്നേറ്റു. അയ്യോ, ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മോക്ക് വാരി കൊടുക്കുന്നു. അങ്ങനെ ധൃതിയിൽ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി ഇറങ്ങിയപ്പോൾ ചോറുപൊതി എടുത്തില്ലായിരുന്നു. ആ ചോറുപൊതി എന്നിട്ട് മോൾക്ക് കൊണ്ടുവന്ന് അമ്മ ഓടിക്കൊണ്ടുവന്ന് കൊടുത്തു. എൻ്റെ അമ്മയുടെ ഭക്ഷണം കിട്ടിയില്ലായിരുന്നെങ്കിലേ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പൊതിച്ചോറിനെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം എവിടുന്ന് കഴിച്ചാലും കിട്ടില്ല.
അത് മേടിച്ച് ബാഗിൽ വെച്ചിട്ട് അങ്ങ് പോവാം. അങ്ങനെ അതേ മോളെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ശോഭാമ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം മോളുടെ കല്യാണക്കാര്യത്തെ പറ്റി പറയുകയാണ്. ഇപ്പോൾ അവളോട് അങ്ങനെയൊന്നും പറയണ്ടെന്ന് നേരം അച്ഛൻ പറഞ്ഞു. കല്യാണ രാത്രിയിൽ തന്നെ ഇന്ദ്രനെ വേണ്ട എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് അവളോട് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ അവൾ കാണിച്ചതാ ശരി. അല്ലാതെ ഭർത്താവ് ചെയ്ത തോന്നിവാസങ്ങൾ സഹിച്ച് അവൾ അവിടെ കടിച്ചു തൂങ്ങിയിരുന്നെങ്കിലേ എൻ്റെ പല്ലവി മോളുടെ മുഖത്ത് ഇന്ന് കാണുന്ന സന്തോഷം കാണാൻ പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യം പറയുവാണേ. ഒരു പക്ഷേ മോളെ പോലും കാണാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്നു. അപ്പം നീ പറഞ്ഞത് 100% ശരിയാ. പല പെൺകുട്ടികളും അച്ഛനും അമ്മയും വിഷമിക്കുമെന്ന് കരുതി പലതും പറയാതെ മറച്ചു വയ്ക്കും, അനുഭവിക്കും. അതുകൊണ്ട് വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അത് വലിയ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും എൻ്റെ പല്ലവി മോള് വേറിട്ട് നിൽക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞ് ശരിയല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യുക തന്നെ വേണം. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അങ്ങനെ വിചാരിക്കുന്നിടത്ത് ജീവിതം തീർന്നു പോകും. അങ്ങനെ എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മോൾക്ക് പക്വതയുള്ളത് ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മക്കൾ നമ്മളുടെ നിലവിളക്കുകളാണ്. അത് അന്യ വീട്ടിൽ പോയി കെട്ടുപോകാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുതെന്നൊക്കെ ഇങ്ങനെ ശോഭാമ പറയുന്നു. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്ക് കോൾ വരും. ഡാൻസിലുള്ള കുട്ടികളൊക്കെ എത്തിയ ടീച്ചറെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടീച്ചറുമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വന്ന് ഈ ടീച്ചറോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സേതു വന്നു. പിന്നെ പല്ലവി ഓടിച്ചാടി വണ്ടിയിലേക്ക് കയറി. അതെ, ഇതിൽ പോയി താമസിക്കും, നമുക്ക് ആ വഴി അവിടെ ഒരു വളവുണ്ട്, അത് തിരിഞ്ഞങ്ങ് പോകാമെന്ന് പറഞ്ഞു. ആ പോണെങ്കിൽ നമുക്ക് പോകാം, എന്നാൽ പിന്നെ ചെയ്തു കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അങ്ങനെ രണ്ടുപേരും കൂടി കോളേജിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതെ, പ്രോഗ്രാമിന് ഇനി സമയമുണ്ടോ? ഉണ്ട്. എന്താ? കാറേ സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇതൊരു കഷ്ടമായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ പല്ലവി. എനിക്ക് ഇവൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. ലേറ്റ് ആയാലും പ്രിൻസിപ്പൾ ഉറപ്പായും ചൂടാകുമെന്ന് പറഞ്ഞു പല്ലവി. താൻ വെറുതെ ടെൻഷനാവല്ലേ, സ്റ്റാർട്ടാവും നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോക്ക് സേതു കേട്ടോ, നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതു വീണ്ടും ഇങ്ങനത്തെ ആവുകയാണ്. അപ്പോഴേക്കും പല്ലവിക്കും ഭയങ്കര ഇത്. അപ്പോൾ അതെ, ഇവിടെ ഇരുന്ന് ഷോ വെച്ചാലൊന്നും വണ്ടി സ്റ്റാർട്ടാവില്ല, ചെറുതായിട്ടൊന്ന് തള്ളിയാൽ ചിലപ്പോൾ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവിയെ കൊണ്ട് തള്ളിക്ക് നോക്കുമ്പോൾ അനങ്ങുന്ന പോലും ഇല്ലല്ലോ ഒന്ന് പല്ലവി. സ്റ്റാർട്ടാക്കിക്കൊണ്ടേ ഇരിക്കുക, സ്റ്റാർട്ടാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പല്ലവി ശരിക്കും ക്ഷീണിച്ചു, മടുത്തു. പല്ലവിയോടെ നീക്കാം. അപ്പം ഞാനൊരു പരുവത്തിൽ അങ്ങ് പോകുമായിരുന്നു. പല്ലവിക്ക് കൈ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ സേതു ചോദിച്ചപ്പം സോറി സേതു മധവൻ സാർ, ഒന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ഓട്ടോ വരുന്നു. ഓട്ടോ വന്നപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതെ, കോളേജിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചോ. ഞാൻ വന്നോളാം, എനിക്ക് ഡെക്കറേഷൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അത് എടുത്തുകൊണ്ട് ഞാനങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പല്ലവി ഓട്ടോയിൽ കയറി അങ്ങ് പോയി. MCM കോളേജിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സേതു, എടാ കുഞ്ഞളിയോ, ഓ നീ എന്തിനാടാ ഇപ്പോൾ വഴിയിലായതെന്ന് സേതു ചോദിക്കുക വണ്ടിയോട്. പല്ലവിയോട് കുറച്ച് നേരം സംസാരിക്കാനുള്ള നല്ലൊരു ചാൻസാണ് നീയായിട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വണ്ടിയിൽ കയറുന്നു. വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. സ്റ്റാർട്ടായല്ലോ. എടാ ദുഷ്ടാ, നീ എൻ്റെ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തി കളയാണല്ലേടാ എന്നും ചോദിച്ച് നമ്മുടെ വണ്ടിയെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ആശാൻ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ഇന്ദ്രപ്രസ്ഥമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ നമ്മുടെ രാജലക്ഷ്മി തുള്ളി ചാടി വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങി അങ്ങനെ അങ്ങ് കയറി പോന്നു. ഇന്ദ്രാപ്പി അന്നേരത്തേക്കും മൊബൈലിൽ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ വരുക. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്താണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ബൈ ബൈ.